أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. تلك من أنباء الغيب نوحيها إليك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് നടന്ന മഹാപ്രളയം കപ്പലിൽ മൃഗങ്ങളിൽ നിന്ന് ഓരോ ജോഡികളെയും കൂടി കയറ്റാൻ അല്ലാഹു തആല കൽപ്പിച്ചു. കാരണം അവകളുടെ പരമ്പര നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ മഹാപ്രളയത്തിൽ മൃഗങ്ങളിൽ നിന്നും ജന്തുജാലങ്ങളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും ഓരോ ജോഡികളെ കൂടെ ആ കപ്പലിൽ കയറ്റാൻ അല്ലാഹു തആല കൽപ്പിച്ചത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിൽ നിന്ന് വിശ്വസിച്ചവരെയും അതോടൊപ്പം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളെയും അതിൽ കയറ്റി. കപ്പലിൽ മനുഷ്യരിൽ നിന്ന് സ്ത്രീകളടക്കം 80 പേരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ വിശദമായി പ്രതിപാദിച്ച മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ഇന്നും ഒരു ചരിത്ര വിസ്മയമാണ്. അതിന്റെ അടയാളങ്ങൾ ഇന്നും അവിടെ അവശേഷിക്കുന്നുണ്ട്. അതായത് തുർക്കിയിലെ അർമീനിയയിൽ അറാറത്ത് മലനിരകളിൽപ്പെട്ട ഒരു മലയായി ജൂതി പർവ്വതം ഇന്നും അറിയപ്പെടുന്നുണ്ട്. ബൈബിളില് ഇതിനെക്കുറിച്ച് നോഹയുടെ പെട്ടകം എന്നോ നോഹയുടെ പേടകം എന്നോ ആണ് പറയപ്പെടുന്നത്. ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ട അന്നത്തെ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അമേരിക്കൻ പുരാവസ്തു ഗവേഷകർ കൂടുതൽ പരിശോധനകൾ നടത്തുകയും ചെയ്തതായിട്ടും പുസ്തകങ്ങളിലൊക്കെ വായിക്കാൻ സാധിക്കും. ഇത് വളരെ വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ് ഖുർആൻ പറയുന്നത്. സൂറത്ത് ഹൂദിലെ 49-ാമത്തെ വചനം, തിൽക മിൻ അംബാഇൽ ഗൈബി നൂഹിഹാ ഇലൈക, നബിയേ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വലിയൊരു ദൃഷ്ടാന്തമാണ്. മാ കുന്ത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ, നിനക്കോ നിന്റെ മുമ്പുള്ള ആളുകൾക്കോ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നു പോയ ഈ സംഗതികളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അങ്ങനെയുള്ള സംഭവത്തെ കുറിച്ചാണ് താങ്കൾക്കും താങ്കളുടെ മുൻഗാമികൾക്കും നാം വിവരം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ഫസ്ബിർ, ദുനിയാവിൽ ജീവിക്കുമ്പോ, ദുനിയാവിൽ മതപ്രബോധനം ചെയ്യുമ്പോ നന്നായി ക്ഷമിക്കണം. ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. പരിഹാസ വാക്കുകൾ പറയുന്നവരുണ്ടാവും, ആക്ഷേപ വർഷങ്ങൾ ചൊരിയുന്നവരുണ്ടാവും, ധിക്കാരികളായ ഭരണകൂടങ്ങൾ ഉണ്ടാകും, അക്രമികാരികളായ ആളുകളുടെ ആക്രമണത്തിന് നിങ്ങൾ വിധേയമാകേണ്ടി വരും. എന്ത് തന്നെയായാലും ക്ഷമിച്ചുകൊള്ളുക. അന്തിമ വിജയം മുത്തഖീങ്ങൾക്കുള്ളതാണ് എന്ന വളരെ വലിയൊരു സന്ദേശമാണ് ഈ സംഭവം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഓരോ പ്രവാചകന്മാരുടെയും സംഭവ കഥകൾ, ചരിത്രങ്ങൾ ഖുർആൻ പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് 3 കാര്യങ്ങളാണ് തന്റെ പ്രബോധന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറയുന്നത്. അത് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടത്. അത് തന്നെയാണ് ഖുർആനിൽ നിന്നും
ഈ സംഭവത്തിൽ നിന്നും നാമും ഉൾക്കൊള്ളേണ്ടത്, അതിൽ ഒന്നാമത്തത് അള്ളാഹുവിന്റെ അടിമത്തത്തെ അംഗീകരിക്കലാണ്. രണ്ടാമത്തത് ഖൗഫാണ്, ഭയഭക്തിയാണ്, തഖ്വയാണ്. മൂന്നാമത് ഓരോ പ്രവാചകന്മാരെയും അനുസരിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പാഠം. ആ ജനതയുടെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. എന്തായിരുന്നു ആ ജനതയുടെ സ്വഭാവം? അതും ഈ ഖുർആൻ വരച്ചു കാണിക്കുന്നു. ഈ പറയപ്പെട്ട ഇതുവരെ നാം പറഞ്ഞ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട വളരെ വൃത്തികെട്ട നീചമായ സ്വഭാവം ഒരിക്കൽ പോലും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ പറയപ്പെട്ടതിന്റെ താല്പര്യം. അതായത് ആ കാലഘട്ടത്തിൽ ചില നാട്ടുപ്രമാണിമാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു. അവർ നൂഹ് നബിക്ക് അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ അതിശക്തമായ തട്ടിപ്പുകളും വെട്ടിപ്പുകളും കുതന്ത്രങ്ങളുമാണ് ആവിഷ്കരിച്ചത്. അങ്ങനെയുള്ള തട്ടിപ്പും വെട്ടിപ്പും കുതന്ത്രങ്ങളും ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നും നടത്തിക്കൊണ്ടിരിക്കും എന്നതാണ് മറ്റൊരു പാഠം. അതുപോലെ തന്നെ ഇല്ലാത്ത ആരോപണങ്ങൾ പറയും. സത്യം പറയുമ്പോ അതിങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത് എന്ന ഉപദേശമാണ് ശത്രുക്കൾ നടത്തുക. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളായ ആളുകൾ പിന്നാക്കക്കാരാണ്, ഭീകരന്മാരാണ്, തീവ്രവാദികളാണ്, വഴിപിഴച്ചവരാണ്, പുരോഗതി ഇല്ലാത്ത ആളുകളാണ്, 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളുകളാണ് എന്നൊക്കെ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലെ നിരീശ്വരവാദികളായ, ഫാസിസ്റ്റുകളായ, സയനിസ്റ്റുകളായ ആളുകൾ പറയുമ്പോൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്ര കഥകൾ പറഞ്ഞത് അതിനു വേണ്ടിയാണ്. ആ കാലഘട്ടത്തിലെ ധിക്കാരികളായ ആളുകൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ തഖ്വയിലായിട്ട് ജീവിക്കുക, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക, മഹാനായ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള പാഠമാണ് ഈ ഒരു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്ര കഥ പറഞ്ഞതിലൂടെ, കേട്ടതിലൂടെ നാം ഉൾക്കൊള്ളേണ്ടത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതുമായ കാര്യം സ്വാലിഹായ അമലായി ഒരു നല്ല ഇൽമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.